നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്താണ് എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നതെന്ന്? എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ച ആളുകളൊക്കെ അകന്നു പോയത്? എനിക്ക് ആവശ്യമുള്ളതായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ആ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത്? ഞാൻ അത്രയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോയത്. എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കാൻ എളുപ്പമാണ്. ചിലപ്പോൾ പടച്ചോൻ നമ്മളുമായിട്ട് ഓക്കെ അല്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതായിരിക്കാം. പക്ഷേ ഇതൊക്കെ വേറൊരു കാര്യം കൊണ്ടാണെങ്കിലോ? നിങ്ങളുടെ ഈ റിജക്ഷൻസൊക്കെ നിങ്ങളെ തന്നെ നന്നായി അറിയാനുള്ള വഴിയാണെങ്കിലോ? ചില സമയത്ത് നമ്മൾ പടച്ചവനോടൊരു മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യാചിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ആ മാറ്റം നല്ല കംഫർട്ടായ രീതിയിൽ എളുപ്പത്തിൽ നമ്മളടുത്ത് വരുന്നത്. പക്ഷേ അതൊരു ഹെഡ് ബ്രേക്കിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇടങ്ങറിലൂടെയോ ഉത്തരമില്ലാത്ത നിശബ്ദതയിലൂടെയൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. പക്ഷെ അങ്ങനെയാണ് പടച്ചോൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ ഉണർത്താനായിരിക്കും. നിങ്ങൾക്ക് അപ്പം തോന്നുന്ന ആ മൂകത ഒരുപക്ഷെ ഒരു അവസരമായിരിക്കും. നമുക്ക് നമ്മുടെ ഹൃദയത്തെ നന്നായി കേൾക്കാനുള്ളൊരവസരം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് സഹിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരൊന്നുമല്ല. നിങ്ങളുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥത, നിങ്ങളുടെ മൈൻഡിലെ കൺഫ്യൂഷൻ, ഇതെല്ലാം പടച്ചോൻ കാണുന്നു അറിയുന്നുമുണ്ട്. നിങ്ങൾക്ക് സംഭവിക്കുന്നതൊന്നും അങ്ങനെ വെറുതെ സംഭവിക്കുന്നതല്ല. അതിപ്പോൾ നഷ്ടങ്ങളായിക്കോട്ടെ, കാത്തിരിപ്പായിക്കോട്ടെ, മാറ്റങ്ങളായിക്കോട്ടെ, അതൊക്കെ വ്യക്തമായ പ്ലാനോട് കൂടി തന്നെ നടക്കുന്നതാണ്. ഇപ്പം നമുക്കത് ശരിയായി തോന്നൂലെങ്കിലും നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നല്ലതിലൂടെ അല്ലെങ്കിൽ സക്സസ്ഫുള്ളായ കാര്യങ്ങളിലൂടെ മാത്രം വരുമെന്ന് എങ്ങനെ കരുതി പോരുന്നോണ്ട് ആണത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥന ഒരു അനുഗ്രഹമാണെങ്കിലോ? അടഞ്ഞു കിടക്കുന്ന ആ വാതിൽ നമുക്കൊരു സംരക്ഷണമാണെങ്കിലോ? നമ്മൾ ഈ ഹെഡ് ബ്രേക്ക് എന്ന് വിചാരിക്കുന്നത് നമ്മൾ ഓക്കെ ആവുന്നതിലേക്കുള്ള വഴിയാണെങ്കിലോ? നമ്മളെപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ പടച്ചോൻ അത് കാണുന്നത് യഥാർത്ഥത്തിൽ അതൊക്കെ എവിടെയാണോ വേണ്ടത് അവിടെ തന്നെയാണ്. കിട്ടാത്ത ജോലി, നഷ്ടപ്പെട്ടു പോയ സുഹൃത്ത്, ഫെയിലായിപ്പോയ പ്ലാന്, ഇതൊന്നും അവൻ അറിയാതെ സംഭവിക്കുന്ന ഒന്നല്ല. ഇതൊന്നും ഒരു മിസ്റ്റേക്കും അല്ല. ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് നഷ്ടങ്ങളായി തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ ഹീല് ആയി തുടങ്ങുന്നതിൻ്റെ തുടക്കമായിരിക്കാം. പഠിച്ചോന്ന് ഒരാളെ ഇഷ്ടപ്പെട്ടാലേ അവരുടെ കാര്യത്തിൽ അവൻ ഇടപെടും. അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അവരെ അടുപ്പിക്കാൻ അവൻ സമ്മതിക്കൂല. അവനിൽ നിന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് പോകാനും സമ്മതിക്കൂല. ചിലപ്പോൾ പടച്ചവൻ്റെ ഇടപെടൽ നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നാം. പക്ഷെ പിന്നീട് അത് പലതിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് പകരം ആ പരീക്ഷണത്തിലൂടെ അവൻ നമുക്ക് തരുന്ന സ്ട്രെങ്ത്തിനെ, അതിലൂടെ പഠിപ്പിക്കുന്ന പാഠത്തെ അതെന്താണെന്ന് ചോദിക്കുക, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഹൃദയം അവനോട് സംസാരിക്കട്ടെ. പടച്ചോനെ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും എനിക്കൊരു പിടുത്തമില്ല, പക്ഷെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ശബ്ദം ഇടറുന്നുണ്ടെങ്കിൽ പോലും ആ ചെറിയ വിശ്വാസം മതി. അത് നിങ്ങളിപ്പോഴും റൈറ്റ് വേയിലാണെന്നുള്ളതിൻ്റെ അടയാളമാണ്. ആൻഡ് ദാറ്റ്സ് ഇനഫ്. ഒരുപക്ഷെ നിങ്ങളുടെ പ്ലാനുകളൊക്കെ പടച്ചോനിങ്ങനെ മെല്ലെ ആക്കുന്നത് നിങ്ങളുടെ മാറ്റത്തിൻ്റെ വേഗത്തിനായിരിക്കാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ അവസാനമല്ല. ഇത് നിങ്ങളുടെ കഥയുടെ ഒരു അയച്ചുപണി മാത്രമാണ്. നിങ്ങളുടെ കണ്ണീരിനെ കാണുന്ന, നിശബ്ദതയെ മനസ്സിലാക്കുന്ന, വാക്കുകൾ കണ്ടെത്താനാകാത്ത വേദനകളോട് പോലും പ്രതികരിക്കുന്ന ആ ഒരാൾ എഴുതിയ കഥയുടെ അയച്ചുപണി. അപ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ശരിയാവും.